രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 7 വിതുരന്റെ കൂടുതൽ അന്വേഷണങ്ങൾ. ശ്ലോകം 37. തത്വാനാം ഭാഗവസ്തേഷാം കദിതാ പ്രതിസംക്രമഃ തത്രേമംഗാ ഉപാസീരൻ കാഊസീദനുശേരതേ. തത്വാനാം ഭഗവംസ്തേഷാം കദിതാ പ്രതി സംക്രമഃ തത്രേമം ഗാ ഉപാസീരൻ കൗസീദനുശേരതേ. തത്വാനാം പ്രകൃതി ഘടകങ്ങളുടെ ഭഗവാൻ, ഓ മഹാമുനി, തേഷാം അവയുടെ, കഥിതാഹ എത്രയേറെ, പ്രതിസംക്രമഃ വിഘടനങ്ങൾ, തത്ര തദനന്തരം, ഇമം പരമോന്നതനായ ഭഗവാനായി, അവർ ആരെല്ലാമാകുന്നു, ഉപാസീരൻ രക്ഷിക്കപ്പെടുന്നു, ആര് സീത് ആയിരിക്കാം, അനുശേരതേ ഭഗവാൻ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തെ സേവിക്കുക. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക പ്രകൃതിയുടെ ഘടകങ്ങളുടെ എത്ര വിഘടനങ്ങൾ ഉണ്ടെന്നും വിഘടനത്തിന് ശേഷം ഭഗവാൻ നിദ്ര പുൽകുമ്പോൾ അദ്ദേഹത്തെ ആര് സേവിക്കുമെന്നും ദയവായി വിശദമാക്കണം. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അസംഖ്യ കൂടിയ എല്ലാ ഭൗതിക ആവിഷ്കാരങ്ങളും പ്രത്യക്ഷങ്ങളാകുന്നത് യോഗനിദ്രയിൽ അഥവാ നിഗൂഢനിദ്രയിലാണ്ട മഹാവിഷ്ണുവിന്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്നാണെന്ന് ബ്രഹ്മസംഹിത 5:47-48 പറയുന്നു. ജലേ ഭജതി സ്മയോഗ നിദ്രാമനന്ത ജഗദണ്ഡ സരോമകൂപ ആധാരശക്തിമവലംബ്യ പരാം സ്വമൂർത്തി ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യസ്വൈകനിശ്വസിതകാല അദാമവലംബ്യ ജീവന്തി ലോമ വിലജാ ജഗദണ്ഡ നാദ വിഷ്ണോർമഹാൻ സ ഇഹയസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഗോവിന്ദൻ ആത്യന്തികനും പരമദിവ്യോത്തമ പുരുഷനുമായ ഭഗവാൻ അഥവാ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉറക്കത്തിൽ എണ്ണമറ്റ ലോകങ്ങളുടെ സൃഷ്ടി നിർവഹിച്ചുകൊണ്ട് കാരണസമുദ്രത്തിൽ ശയിക്കുകയാണ്. സ്വന്തം ആന്തരിക ശക്തിയാൽ ജലത്തിനു മീതെ ശയിക്കുന്ന അദ്ദേഹത്തെ, ആ പരമോന്നതനായ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു. അദ്ദേഹം ശ്വസിക്കുമ്പോൾ അസംഖ്യം ലോകങ്ങൾ അസ്തിത്വത്തിൽ വരുന്നു. അദ്ദേഹം ശ്വാസം പിൻവലിക്കുമ്പോൾ എല്ലാ ലോകങ്ങളും ദേവന്മാരുടെയും വിഘടനം സംഭവിക്കുന്നു. പരമോന്നതനായ ഭഗവാന്റെ സമഗ്ര വിസ്തരണത്തിന്റെ ഒരു ഭാഗമായ അദ്ദേഹം മഹാവിഷ്ണു എന്ന് വിളിക്കപ്പെടുന്നു. അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു ഭാഗത്തിന്റെ ഭാഗവുമാകുന്നു. ഞാൻ യഥാർത്ഥ ഭഗവാനായ ഗോവിന്ദനെ ആരാധിക്കുന്നു. ഭൗതിക ആവിഷ്കാരത്തിന്റെ വിഘടനത്തിന് ശേഷവും കാരണസമുദ്രത്തിന് മുകളിലുള്ള ഭഗവാനും ഭഗവാന്റെ രാജധാനിയും അവിടുത്തെ അന്തേവാസികളും ഭഗവാന്റെ സഹചാരികളും പ്രത്യക്ഷരായില്ല. ഭൗതിക സഹവാസ നിമിത്തം ഭഗവാനെ മറന്നു പോകുന്ന ജീവസത്തകളേക്കാൾ വളരെയധികം വരും സംഖ്യയിൽ ഭഗവാന്റെ സഹവാസികൾ. നിർവ്യക്തികർ വ്യാഖ്യാനിക്കുന്ന മൂലഭാഗവതത്തിലെ 4 ശ്ലോകങ്ങളായി അഥവാ അഹം ഏവാസം ഏവാഗ്രേ തുടങ്ങിയവ ഇവിടെ നിരാകരിക്കപ്പെടുന്നു. വിഘടനാന്തരവും ഭഗവാനും അദ്ദേഹത്തിന്റെ ശാശ്വത സഹചാരികളും തുടരുന്നു. അത്തരം വ്യക്തികളെ കുറിച്ചുള്ള വിതുരന്റെ അന്വേഷണം ഭഗവാന്റെ അനുസാരികളുടെ അസ്തിത്വം സംബന്ധിച്ച വ്യക്തമായ സൂചനയാണ്. ഇക്കാര്യം കാശിഖണ്ഡത്തിലും ശ്രീല ജീവഗോസ്വാമിയെയും ശ്രീല ശ്രീധര ഗോസ്വാമിയുടെ കാൽപ്പാടുകൾ പിന്തുടരുന്ന ശ്രീല വിശ്വനാഥ ചക്രവർത്തിയെയും ഉദ്ധരിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഹത്യാ പ്രളയാപതി അച്യുതോ അഖിലേ ലോകേ സായേക സർവഗോവ്യയ. മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തിന്റെയും വിഘടനത്തിന് ശേഷവും
ഭഗവാന്റെ ഭക്തന്മാർ തങ്ങളുടെ വ്യക്തിപരമായ അസ്തിത്വം ഉന്മൂലനം ചെയ്യുകയില്ല. ഭഗവാനും അദ്ദേഹത്തോട് സഹവസിക്കുന്ന ഭക്തന്മാരും ഭൗതിക ലോകത്തിലും ആത്മീയ ലോകത്തിലും ശാശ്വതരായിരിക്കും. ശ്ലോകം 38. പുരുഷസ്യ ച സംസ്ഥാനം സ്വരൂപം വാ പരസ്യ ച ജ്ഞാനം ജാനൈകമം യത്തത് ഗുരുശിഷ്യ പ്രയോജനം. പുരുഷസ്യ ച സംസ്ഥാനം സ്വരൂപം വാ പരസ്യ ച ജ്ഞാനം ജാനൈകമം യത്തത് ഗുരുശിഷ്യ പ്രയോജനം. പുരുഷസ്യ ജീവസത്തയുടെ ച അതും കൂടി സംസ്ഥാനം അസ്തിത്വം സ്വരൂപം തിരിച്ചറിവുകൾ വ രണ്ടിലൊന്ന് അല്ലെങ്കിൽ പരസ്യ പരമോന്നതന്റെ ച അതും ജ്ഞാനം അറിവ് ച അതും നൈഗമം ഉപനിഷത്തുക്കളുടെ കാര്യത്തിൽ യത് അത് തത്ത് അത് തന്നെ ഗുരു ആത്മീയ ഗുരു ശിഷ്യ ശിഷ്യൻ പ്രയോജനം ആവശ്യം. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജി. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെയും ജീവസത്തകളെയും സംബന്ധിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ വ്യക്തിത്വങ്ങൾ എന്തൊക്കെയാണ്? വേദങ്ങളിലെ അറിവിന്റെ വിശിഷ്ട മൂല്യങ്ങളും ആത്മീയ ഗുരുവിന്റെ ശിഷ്യന്മാരുടെയും ആവശ്യങ്ങളും എന്തൊക്കെയാകുന്നു? ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജി. എല്ലാവരിൽ നിന്നും എല്ലാ രീതിയിലുമുള്ള സേവനങ്ങൾ സ്വീകരിക്കാൻ കഴിവുള്ള ഭഗവാന്റെ നിരന്തര സേവകരാണ് ജീവസത്തകൾ. സകല യോഗ തപസ്സുകളുടെയും പരമോന്നത ആസ്വാദകനും സൃഷ്ടിക്കപ്പെട്ടുള്ള സകലതിന്റെയും ഉടമയും എല്ലാ ജീവസത്തകളുടെയും മിത്രവുമാണ് ഭഗവാൻ എന്ന് ഭഗവത്ഗീത 5:29 വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വ്യക്തിത്വം. അതുകൊണ്ട് ജീവസത്ത ഭഗവാന്റെ ഈ പരമോന്നത ഉടമസ്ഥാവകാശം അംഗീകരിക്കുകയും ആ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ യഥാർത്ഥ വ്യക്തിത്വം പ്രാപ്തമാകും. ജീവസത്തയെ ജ്ഞാനത്തിന്റെ ഈ തലത്തിലേക്ക് ഔന്നത്യപ്പെടുത്തുവാൻ ആത്മീയ സഹവാസം അനിവാര്യമാണ്. ഒരു യഥാർത്ഥ ആത്മീയ ഗുരു തന്റെ ശിഷ്യന്മാർ ഭഗവാന് വേണ്ടിയുള്ള അതീന്ദ്രിയ സേവനത്തിന്റെ അനുഷ്ഠാന പ്രക്രിയകളിൽ ജ്ഞാനമുള്ളവർ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തങ്ങളും ഭഗവാനും തമ്മിലുള്ള ശാശ്വതമായ ബന്ധത്തെപ്പറ്റി സ്വയം സാക്ഷാത്കൃതനായ ഒരാത്മാവിൽ നിന്ന് ജ്ഞാനം നേടണമെന്ന് ശിഷ്യന്മാർക്കും ബോധ്യമുണ്ട്. അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ വിത്ത് വിതയ്ക്കുവാൻ ഒരുവൻ വൈദിക വിവേകത്തിന്റെ നിബന്ധന പ്രകാരം ആർജിക്കുന്ന ജ്ഞാനശക്തിയുടെ ഉണർവിനാൽ എല്ലാവിധ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്നും വിരമിക്കണം. ഈ ശ്ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളുടെയും കാമ്പും കഴമ്പും ഇതാകുന്നു. ഇത്രയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 37ാമത്തെ ശ്ലോകത്തില് ഭൗതിക പ്രകൃതിയുടെ ഘടകങ്ങളുടെ എത്ര വിഘടനങ്ങൾ ഉണ്ടെന്നും വിഘടനത്തിന് ശേഷം ഭഗവാൻ നിദ്ര പോകുമ്പോൾ അദ്ദേഹത്തിനെ ആര് സേവിക്കുമെന്നുമാണ് 37ാമത്തെ ചോദ്യത്തിൽ വിതുരൻ ചോദിക്കുന്നത്. അത് വിശദമാക്കി തരണമെന്നാണ് മൈത്രേയനോട് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് ഈ ഭഗവാൻ ആരാണെന്ന് എന്താണെന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്താണെന്ന് നമുക്ക് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മദേവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനകത്ത് 2 ശ്ലോകങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഗോവിന്ദൻ അതായത് എല്ലാത്തിന്റെ ഉടമയും അത്യന്ത്യമായ പരമപുരുഷനുമാണെന്നും എല്ലാം ആസ്വദിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുമാണെന്നും മാത്രമാണെന്നും അദ്ദേഹത്തിന്റെ സേവകർ മാത്രമാണ് നമ്മളെന്നും അതേപോലെ തന്നെ അദ്ദേഹം ശയിക്കുമ്പോൾ കാരണസമുദ്രത്തിൽ ശയിക്കുകയാണെന്നും ശയിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവാണെന്നും അത് ഗോവിന്ദന്റെ എല്ലാ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണന്റെ ഒരു ഭാഗമാണെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ മഹാവിഷ്ണു എന്നാണ് അവിടെ വിളിക്കുന്നത്. വിസ്തരണത്തിന്റെ ഒരു ഭാഗമായ കാരണസമുദ്രത്തിൽ ശയിക്കുന്ന ഭഗവാനെ നമ്മൾ മഹാവിഷ്ണു എന്നാണ് വിളിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ഒരു ഭാഗമാകുന്നു അദ്ദേഹം ശയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ എല്ലാ ജീവസത്തകളും ഇല്ലാതായി പോകുന്നു. പക്ഷെ ഭഗവാനോടൊപ്പം അവിടെ വസിക്കുന്ന സന്തത സഹചാരികളായ ഭക്തർ സഹചാരികൾക്കും അവർ അപ്രത്യക്ഷരാകുന്നില്ല. അവരവിടെ തന്നെ നിലകൊള്ളുന്നു. ഭഗവാൻ നമ്മുടെ ജീവസത്തകളല്ല, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും ഭഗവാന്റെ വിശ്വാസത്തിലൂടെ
ഉച്ഛ്വാസത്തിലൂടെ അകത്തേക്ക് പോകുന്നു എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 38ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പരമാധിവികത്വമായ പുരുഷനായ ഭഗവാനെയും ജീവസത്തുക്കളെയും സംബന്ധിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരണമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവരുടെ വ്യക്തിത്വങ്ങൾ എന്തൊക്കെയാണെന്നും വേദങ്ങളിലെ അറിവിന്റെ വിശിഷ്ട മൂല്യങ്ങളും ആത്മീയ ഗുരുവിന്റെയും ശിഷ്യന്മാരുടെയും ആവശ്യങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരണമെന്ന് ഇതിനകത്ത് പറയുന്നു. അത് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവാനെ അറിയുന്നതിനും ഭഗവാന്റെ യഥാർത്ഥ വ്യക്തിത്വം, അതായത് ഭഗവാനെ അറിയുന്നതിനും ഭഗവാന്റെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുന്നതിനും നമുക്ക് ഒരു ഗുരുവിന്റെ ആവശ്യമാണ്. ഗുരുവിലൂടെ മാത്രമേ നമ്മൾക്ക് അത് നേടാൻ കഴിയുന്നുള്ളൂ. ഒരു യഥാർത്ഥ ആത്മീയ ഗുരു തന്റെ ശിഷ്യന്മാർ ഭഗവാന് വേണ്ടിയുള്ള അതീന്ദ്രിയ സേവനത്തിന്റെ അനുഷ്ഠാനങ്ങളുടെ പ്രക്രിയയെ പറ്റിയൊക്കെ ജ്ഞാനമുള്ളവരാണ്. ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശിഷ്യന്മാർ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹത്തിന് ഉപദേശിക്കുന്നു. അതേപോലെ തന്നെ ഭഗവാനും ജീവസത്തകളും തമ്മിലുള്ള ശാശ്വതമായ ബന്ധത്തെ പറ്റി സ്വയം ഒരു സാക്ഷാത്കൃതനായ ഒരു ആത്മാവിൽ നിന്ന്, അതായത് ഒരു ഗുരുവിൽ നിന്ന് വേണം നമ്മളെ അറിവ് നേടേണ്ടത്, ജ്ഞാനം നേടേണ്ടതെന്ന് ശിഷ്യന്മാർക്കും ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് ഈ അതീന്ദ്രിയ ജ്ഞാനത്തിലെ വിത്ത് വിതയ്ക്കുവാൻ ഒരുവൻ വൈദിക വിവേകമുള്ള ഒരു ഗുരുവിനെ നേടണം എന്നാണ് ഈ 38ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. തെറ്റാണോന്ന് അറിയത്തില്ല. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം. ഹരേ കൃഷ്ണ.